ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ ഷാജി. വെൽക്കം ടു മൈ ചാനൽ പപ്പൻസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഫിഷിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുന്ന ഒരു കട ഉണ്ട്. സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് റോഡും റീലൊക്കെ ഞാൻ വാങ്ങിക്കുക. അതിൻ്റെ പേരാണ് അൽമദീന മെറിൻ എക്യുപ്മെൻറ്റ്സ്. അവിടെ ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഓക്കെ ഗൈസ്, ഇതാണ് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത അൽമദീന മെറിൻ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഓക്കെ, എന്തായാലും വരും ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഞാൻ പറഞ്ഞ അൽമദീന മെറിൻ എക്യുപ്മെൻറ്റ്സ് ഇതാണ് ഈ ഷോപ്പ്. അപ്പോൾ എനിക്ക് ഫിഷിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വന്നിട്ടാണ് വാങ്ങിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് A to Z എല്ലാ കാര്യങ്ങളും കിട്ടും. റോഡ്, റീല്, ജിഗ്, ലൂറ്, അതുപോലെ ബോട്ടിങ്ങിനുള്ള ഏറ്റവും സാധനങ്ങൾ, എല്ലാ സാധനവും ഇവിടെ വന്ന് കിട്ടും. എന്തായാലും ഞങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതാ ജിഗ്. ഇതൊക്കെ നമ്മൾ ഷോർ ഫിഷിങ്ങിന് പറ്റിയ 30 ഗ്രാമിൻ്റെ ജിഗുകളാണ്. അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതേപോലെ 45 ഗ്രാം, 30 ഗ്രാം, 80 ഗ്രാം, 60 ഗ്രാമിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാണല്ലേ ലൂറിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റി ലൂറുകളുണ്ട്. വലുതുണ്ട്, ഒരു 30 ഗ്രാമിനുണ്ട്, 40 ഗ്രാമിൻ്റെ ഉണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള സസ്യയുടെ ലൂറാണ് ഇത്. കണ്ടില്ലേ, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. എന്നുവെച്ചാൽ ഈ കളറൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇട്ട് ഒരു കാസ്റ്റിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ലൂറുകളാണ് ഇവിടെ ഉള്ളത്. അൾട്രാലൈറ്റ് ഫിഷിങ്ങിനുള്ള അതിൻ്റെ കുറേ ലൂറുകളുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതെന്ന് വെച്ചാൽ അത് അൾട്രാലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലിം ആയിട്ടുള്ള റോഡാണ്. എന്ന് വെച്ചാൽ 5 to 15 ഗ്രാമാണ് ആ റോഡിൻ്റെ വെയിറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അതിലപ്പുറം യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനുള്ള ലൂറുകളാണ് ഇതാ ഇവിടെ ഇരിക്കുന്നതാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസുള്ള ലൂറുകളുണ്ട്. ഇതൊക്കെ 10 ഗ്രാം അതേപോലെ തന്നെ 5 ഗ്രാം ഒക്കെ ഉള്ള ലൂറുകളാണ് ഇവിടെ ഈ താഴ്വശത്തിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൂറിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ത്രിബിളുക്ക്, അതുപോലെ തന്നെ അസിസ്റ്റ്, പിന്നെ ഫ്ലൂറോ കാർബൺ, ബ്രൈഡ്, ഒരുപാട് ബ്രാൻഡഡ് ബ്രൈഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ സെക്ഷനൊക്കെ ഇതൊക്കെ ബ്രൈഡാണ്. നിങ്ങൾക്ക് വില കുറഞ്ഞതിൽ തന്നെ ക്വാളിറ്റി കൂടിയ ബ്രൈഡൊക്കെ ഇവിടെ നിന്നുണ്ട്. അപ്പോൾ മദീനയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A to Z ഉള്ള സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും. ഇനി ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് റീല്, അതുപോലെ റോഡ്, ബോട്ട് ഫിഷിങ്ങിനുള്ള റോഡുണ്ട്, ഷോറിലുള്ള റോഡുണ്ട്, അതുപോലെ ബോട്ട് ഫിഷിങ്ങിനുള്ള റീലുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി കാണിച്ചു തരാം. ഓക്കെ, വരും. അപ്പോൾ നമ്മൾ റീലിൻ്റെ സെക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഷിമാനോൻ്റെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റാഡിക്ക് തൊട്ടിട്ട് സ്റ്റാഡിക്കിൻ്റെ 5000, സ്റ്റാഡിക്കിൻ്റെ 3000 തൊട്ടിട്ട് 5000 വരെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ വാൻഫോർഡ് ഉണ്ട്, ഷിമാനോ നാസിക് ഉണ്ട്. താഴത്തേക്ക് വന്നാൽ അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. 3000, 4000 എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഡൈവൻ്റെ എല്ലാ ഇതെന്ന് വെച്ചാൽ ഡൈവിൻ്റെ BG-RR ആണ്. ഇതിൻ്റെ ഒരുപാട് എന്ന് വെച്ചാൽ മോഡൽ ഷിമാനോൻ്റെ സെക്ഷൻ, താഴെ വന്നാൽ ഡൈവൻ്റെ സെക്ഷനാണ്. അങ്ങനെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഷിമാനോ, അതുപോലെ ഡൈവ, പിന്നെ ഒക്കുമെൻ്റെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. അടിയിലേക്ക് വന്നാൽ ഓവർഹെഡിൻ്റെ ഒരുപാട് റീലും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ റീലിന് എന്തിനു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. തന്നെയല്ല, നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുന്നതിനായിട്ട് നല്ല പ്രൈസ് ഇവിടെ വന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് റോഡിൻ്റെ സെക്ഷനിലേക്ക് പോവാം. റോഡിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഡൈവ ഉണ്ട്, അതേപോലെ തന്നെ ലിറ്റിമ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, ഒക്കുമൻ്റെ ബ്രാൻഡ് ഉണ്ട്. ഡൈവൻ്റെ ഇത് ലഗാലിസ് എന്ന് പറഞ്ഞ സീബാസ് ലഗാലിസ് എന്ന് പറഞ്ഞ റോഡാണ്. ഇതിൻ്റെ 2.4 ഉണ്ട്, 2.9 ഉണ്ട്, അതുപോലെ 2.7 ഉണ്ട്. അങ്ങനെ 3 വെറൈറ്റി ഈ റോഡ് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഡൈവൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി റോഡുകൾ ഇവിടെ ഉണ്ട്, വേറെ ബ്രാൻഡും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ലിറ്റിമ, ഇതും നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ലിറ്റിമ ഇത് നല്ലൊരു ബ്രാൻഡാണ്. ഇത് എൻ്റെ ഒരു റോഡുണ്ട്, പക്ഷെ അടിപൊളി റോഡാണ്. നല്ല ഹെവി ഡ്യൂട്ടി സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പോപ്പപ്പ് ഒക്കെ അടിക്കാൻ പറ്റും. അങ്ങനത്തെ പറ്റുന്ന റോഡാണ്. ഇതിൻ്റെയും 2.9, 2.7, 2.4 അങ്ങനെ 3 വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇതെല്ലാം ബോട്ടിനുള്ള റോഡുകളാണ്.
അതിൻ്റെ ഒരു ലിറ്റിമുണ്ട്, ഒക്കുമുണ്ട്, അതേപോലെ ഒക്കുമൻ്റെ ബ്രാൻഡുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ലിറ്റിമയുടെ ഒരു ബ്രാൻഡാണ്. ഇതിപ്പോൾ ഇത് ഇങ്ങനെ നോക്കണ്ട, പക്ഷെ ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് 300, 250 അങ്ങനെ വരുന്ന ഒരുപാട് കാസ്റ്റിംഗ് വെയിറ്റ് ഉള്ള റോഡാണിത്. കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്, പക്ഷെ ഹെവി ഡ്യൂട്ടി സാധനമാണ്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ എന്ന് വെച്ചാൽ ഡീപ് സീ ഫിഷിങ്ങിന് പോകുന്നവർക്ക് ഉള്ളൊരു സെക്ഷനാണ്. എന്ന് വെച്ചാൽ ഡീപ് സീ ബോട്ട് ഫിഷിങ്ങിന് പോകുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ജിഗാണ് കൊടുക്കുന്നത്. ഇത് 150 തൊട്ടിട്ട് 800 ഗ്രാം വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ജിഗുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ താഴെയുണ്ട് എന്ന് വെച്ചാൽ 600, 150, 200 അങ്ങനെ ഒരുപാട് വെറൈറ്റി വെയിറ്റുള്ള ജിഗുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഫിഷിങ്ങിലുള്ള ആക്സസറീസ് ഹാൻഡ് ഗ്ലൗസ് അതുപോലത്തെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഹാൻഡ് ഗ്ലൗസ് ഉണ്ട്, കത്ര ഉണ്ട്, പിന്നെ എന്താ പറയുക ഫിംഗർ ഗ്ലൗസ് ഉണ്ട്, പിന്നെ നമ്മൾ കഴുത്തിലിടുന്ന ഇതെന്താ പറയുക കഴുത്തിലിടുന്ന നമ്മളിങ്ങനെ കവർ ആ കവർ സംഭവമുണ്ട്. പിന്നെ റീലിൻ്റെ കവറുണ്ട്. പിന്നെ ഇവിടെ കുറേ ഷാഡ്, ഫിഷിങ്ങിലുള്ള ഷാഡ് കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് വെറൈറ്റി ഷാഡുകളുണ്ട്. അടിപൊളി കളറാണ്. ഇതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ്ങനെ വന്ന് കൊത്തിക്കൊണ്ടുപോകും. ആ വരകണ്ടല്ലോ ഈ കളറൊക്കെ നോക്കി നിങ്ങൾ നല്ല ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ നല്ല ചെമ്പല്ലിയൊക്കെ ഇങ്ങനെ പറിച്ചു കൊണ്ടുപോയി സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? നേരെ മദീന, അൽ മദീന മെറിൻ ഇക്വിപ്മെന്റ്സിൽ വരിക. ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് റോഡ് അതുപോലെ ജിഗ് അതിൻ്റെ ഇതൊക്കെ മാറ്റണമെങ്കിൽ, അതുപോലെ റോഡിൻ്റെ ഗൈഡ് ഇതാണല്ലേ, ഈ ഗൈഡൊക്കെ പൊട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മദീന മെറിനിൽ വന്നു കഴിഞ്ഞാൽ അവർ കാരണം പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾ പുതിയ മേടിക്കുമ്പോൾ എങ്ങനെ അത് ചെയ്യുന്നു അതേ രീതിയിൽ ചെയ്തു തരുന്ന ഒരു ആളുണ്ട് ഇവിടെ. ഇവനോട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവനെ വന്ന് കണ്ടാൽ മതി, അവൻ അത് പക്ക പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തു തരും നിങ്ങൾക്ക്. ബാക്കി ഇവൻ പറയും. बोलो तुम क्या करते, कैसे करते? ये रोड का रील का कुछ कंप्लेंट आता है ना, वो कंप्लेंट है तो कैसे तरतीब कर रहे हैं? थोड़ा मेरा सब्सक्राइबर थोड़ा बताओ. जो नया बंदा है उसको थोड़ा ज्यादा तकलीफ होता है, मुश्किल होता है, इसलिए वो फेंकना नहीं आता है, बच्चे के साथ खेलना नहीं आता है, वही तो मुश्किल करता है. क्योंकि उसका रोड टूट जाता है, गाइड टूट जाता है, ऐसा जो गाइड है ना ये टूट जाता है, उसका हम अवेलेबल रिपेयर कर सकते हैं. നിങ്ങളുടെ റീലിന് ഇപ്പൊ അതിന്റെ റീലിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ സൗണ്ട് ഒക്കെ വരികയാണെങ്കിൽ അത് കൊടുന്നോടത്ത് നേരാക്കി തരും. അതേപോലെ റോഡിന്റെ ഈ ഗൈഡൊക്കെ ഇതൊക്കെ കേട് വന്നാൽ ഇതെങ്ങനെ ഇതായിരിക്കണം അതേ രീതിയിൽ അവൻ ചെയ്തു. കാരണം എന്റെ ഇപ്പൊ ഒരു റോഡ് ഇതേപോലെ കംപ്ലൈന്റ് ആയിട്ട് വന്ന് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. കാരണം അത് പെർഫെക്റ്റ് ആയി അവൻ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. കാരണം ഞാനൊരു എന്തൊരു സാധനം ചെയ്യുമ്പോൾ എനിക്ക് പെർഫെക്ഷൻ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ അത് ആ വഴിക്ക് പോവില്ല. പക്ഷെ ഇവൻ അത് അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വല്ല കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവൻ ചെയ്തു തരും. വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല, മനസ്സിലായി? അപ്പൊ ഇവിടെ വരിക, അതിന് വേണ്ടിട്ട് ഇവിടെയും വരും. मिल जाएगा, नहीं तो दूसरा मशीन का पार्ट्स अगर पार्ट्स नहीं तो आप अरेंज करके देते हैं. टाइम लगता है, वही टाइम लगता है. നിങ്ങളുടെ വല്ല റീലും നല്ല റീലൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പാർട്സ് ഇവൻ അറേഞ്ച് ചെയ്ത് നമുക്ക് റിപ്പയർ ചെയ്ത് തരും. പക്ഷെ ആ പാർട്സ് അത് എടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വന്ന് ഇവനെ കണ്ടാൽ മതി. ഓക്കെ ഗൈസ്, आपका जो सब्सक्राइब है उसको बोलने का, उसका जो मशीन है रोड है वो थोड़ा टूटा है, मशीन का मुश्किल है, वो लेके आने के लिए बोलो, सही है, हम उसका रिपेयर करके दे सकते हैं. അപ്പോൾ കേട്ടല്ലോ, ഇന്ത്യ बहुत आदमी को मालूम नहीं है, वो फेंक के रखा है घर में. हाँ जी, सही है ना? अगर उनको पता नहीं कैसे करेगा, किधर जाके वो रिपेयर करना है, वही അതിന് ഒരു പേടി മേടിക്കണ്ട. ഇവിടെ ധൈര്യമായിട്ട് വന്ന് ഇവൻ ചെയ്തു. ഓക്കെ ഗൈസ്, ഷാക്കിറിന്റെ ഇതാണ് ചങ്ക്. അപ്പോൾ എൻ്റെ കൂടെ അവിടെ പോയാലും ഷാക്കിർ ഉണ്ടാവും. ഇത് പിന്നെ നമ്മുടെ ആരിഫ് ബായ്, നിങ്ങൾക്ക് റീല്, റോഡ്, അതേപോലെ തന്നെ ജിഗ്, പിന്നെന്താ ഷാക്കിറെ ലൂറ്, അതിൻ്റെ ഒക്കെ എന്ത് സംശയം എന്ന് വെച്ചാൽ അതിന്റെ പ്രൈസ് ലിസ്റ്റ് എന്തെങ്കിലും അതിന്റെ എല്ലാറ്റിന്റെ വില അറിയണമെങ്കിൽ ആരിഫ് ബായിനെ വിളിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കണ്ടാൽ നമുക്ക് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നിട്ട് വലിയ മുറിക്കലൊന്നുമില്ല, ആ നല്ല രീതിയിൽ തന്നെ പൈസ ചെറിയ നല്ല പ്രൈസിന് നിങ്ങൾക്ക് സാധനമൊക്കെ തരും. അപ്പോൾ ഇവിടെ വന്നാൽ ആരിഫ് ബായിനെ കണ്ടാൽ മതി. മറ്റാളോടൊപ്പം ഇത് അർബാബ് തരിക. അർബാബ് വ്യക്തിനെ പരിചയപ്പെടുത്താണ്ട് ആൾക്ക് ഭയങ്കര നാണക്കാരനാണ്.
അപ്പോൾ ആള് വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. കമോൺ आजा, इसका बिना से ये वीडियो खत्म नहीं कर सकते मुझे, सही है, सही है। इसलिए आप लोग मेरे पीछे आओ, मैं इंट्रोड्यूस करेगा। ये अरशद भाई है, ये अल मदीना का ओनर है, बहुत प्यारी आदमी है। आप लोगों को कुछ क्या चाहिए इधर आके उसको पूछो, वो अच्छा डिस्काउंट प्राइस में आप लोगों को मिल जाएगा। अच्छा रील, अच्छा रॉड, सब अच्छा प्राइस से मिलेगा। ओके, आपको कोई चीज़ चाहिए इधर आ जाओ, इधर आके ले लो, कोई टेंशन नहीं है। कुछ प्रॉब्लम नहीं आएगा, कुछ प्रॉब्लम तो वो भी सोल्व करके देगा, इसलिए ओके गाइस। ओके इंशाल्लाह, जिसको भी चाहिए इंशाल्लाह आ जाओ, इंशाल्लाह अच्छा डिस्काउंट मिलेगा इंशाल्लाह।